കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചക്ക കറിയുമായാണ്. അത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായി ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് കാണാൻ ശ്രമിക്കുക. എങ്കിലേ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകൾ ഇനി നിങ്ങൾക്ക് എത്രയും വേഗം എത്താൻ വേണ്ടിയിട്ടാണ്. നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇനി ഉടനെ ഇടുന്നതാണ്. അതിനായി നമുക്ക് ഈ ചക്കക്കുരു തൊലിച്ചെടുക്കാം. ഇതാ ഇവിടെ ഞാൻ കുരു കഴുകി എടുത്തിട്ടുണ്ട്, തൊലിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വെള്ളവും ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഈ ചക്ക ഒന്ന് അരിഞ്ഞിട്ട് വരാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതെന്തായെന്ന് നോക്കാം. കുരു അടുപ്പിൽ വെച്ചത് അത് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് വരാം. ഈ കറി ചക്ക കഴിക്കാത്തവർ പോലും ഇത് കഴിക്കുന്ന ഒരു കറിയാണ്. കുരു നമ്മൾ വെന്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഇട്ടതെന്ന് വെച്ചാൽ അത് ഇത്തിരി വെന്തുടഞ്ഞാൽ മാത്രമേ ആ കറിക്ക് ഒരു ടേസ്റ്റ് വരൂ. അതിന് വേണ്ടിയിട്ടാണ്. എത്ര കഴിക്കാത്തവർക്കും കഴിക്കാൻ തോന്നും. കഴിച്ചു പോയ നല്ല ടേസ്റ്റ് തോന്നും, ഇനിയും കഴിക്കണമെന്ന് തോന്നും. അങ്ങനത്തെ ഒരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് നേരത്തെ ഞാൻ ഉപ്പ് പൊടി കൂടെ ഇട്ടിരുന്നു, കുറച്ച് ഉപ്പ് പൊടി ഇട്ടതാണ്. ഇനി ഇതിട്ടിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ശകലം ഉപ്പ് പൊടി തൂറ്റി കൊടുക്കുക. ഇപ്പം നമുക്ക് ഇത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, മീഡിയം ഒരു കണക്കിന്. ചിലത് ശരിക്കും വെള്ളം പിടിക്കുന്ന ചക്കയായിരിക്കും, ചിലത് കുറച്ച് വെള്ളമേ പിടിക്കുള്ളൂ. പെട്ടെന്ന് വേവുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് വേവുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. അതിന് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇടുക. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ പൊട്ടിച്ച് പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ തേങ്ങയാണെങ്കിൽ അത്രയും വേണ്ട, ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി എടുക്കാവുന്നതാണ്. ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 8 അല്ലിയുണ്ട്. വെളുത്തുള്ളി ശരിക്ക് വേണം, അല്ലെങ്കിൽ വയറ്റിനൊക്കെ അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ടാണ്. ചക്കയെന്ന് പറയുന്നത് ഗ്യാസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ശരിക്കും ചേർക്കണം. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല. ഇപ്പം ഞാൻ 8 അല്ലി ചേർത്തിട്ടുണ്ട്. 8 അല്ലി എന്ന് പറയുമ്പോൾ ഒരു ചെറുതാണ്, വലുതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. വലിയ സ്പൂൺ ആയതുകൊണ്ടാണ്. 1 സ്പൂൺ ജീരകം, ഉണ്ടല്ലോ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന്. മുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി 6-8 അല്ലി ഇട്ടു. നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല അരയണ്ട. ചക്ക എന്തായാലും നോക്കാം. ചക്ക ഇവിടെ തിളച്ച് നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടെ തൂറ്റി കൊടുക്കാം. ഉപ്പ് പൊടി പാകത്തിന് മതി. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വിടുക. എല്ലായിടത്തും ഉപ്പ് പൊടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊന്നുകൂടെ അടച്ച് വയ്ക്കാം. കുറച്ചുകൂടെ വേകാനുണ്ട്. നല്ല വേവണം. നല്ല വെന്താൽ ആ കറിക്ക് ടേസ്റ്റ് വരും. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിയേപ്പില കൂടെ ഇട്ടിട്ട് ഒരടി അടിച്ചെടുക്കാം.
ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. അടിച്ചു. ഇനി വേണമെന്നുള്ളത് വെളുത്തുള്ളി വേണം. ഇപ്പോൾ ഇവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കരിയേപ്പിലയുണ്ട്, കുറച്ച് തേങ്ങയും ഉണ്ട്. ഇനി ഇതിൽ വറ്റൽമുളക് വേണം. ഞാൻ ചക്ക ഇവിടെ നല്ല വെന്തിട്ടുണ്ട്, നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കൂട്ട് അരച്ച് വെച്ചേക്കുന്ന കൂട്ടിനെ അതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ഒഴിച്ച് നന്നായി കലക്കുക. അതിനായി കുറച്ച് വെള്ളം കൂടെ വീത്തി കലക്കുക. ഇപ്പോൾ അതാ ഇവിടെ എരിശോരി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് എരിശോരി. പക്ഷേ ഇതിൽ ഇനിയും ചേർക്കാനുണ്ട് കാര്യങ്ങൾ. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് വന്നതിന് ശേഷം ബാക്കിയുള്ളത്. അതുകൊണ്ടല്ലോ ഇവിടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. തിളയ്ക്കുന്ന കാണുന്നില്ലേ? നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ അടച്ച് വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് വേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ച്, അത് വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇടുക. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. കണ്ടല്ലോ? അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞു. അതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. അതും കൂടെ അതിൽ കിടന്ന് നല്ല മൂക്കട്ടെ. ഇവിടെ ഇത് മൂത്തിട്ടുണ്ട് വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങ കൂടെ അതിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ കൂടെ ഇട്ട് ഇനി ഇതിൽ ഉഴുന്ന് പരിപ്പ് വേണമെന്നുള്ളവർക്ക് ഇടാം. ഉഴുന്ന് പരിപ്പ് നമുക്ക് ഇവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഉഴുന്ന് പരിപ്പ് ഇട്ടാൽ നല്ല മണവും നല്ല രുചിയും ഉണ്ടാവും. വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുക മൂത്തതിന് ശേഷം. ഇപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിയേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് അതൊഴിച്ച് കൊടുക്കാം. എരിശോരി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവർക്കും ഇത് നല്ല ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു കറിയാണ് എരിശോരി. എരിശോരി നമ്മൾ സാധാ വയ്ക്കുന്ന എരിശോരിയല്ല. ഇതിപ്പോൾ തേങ്ങയും ഇതെല്ലാം കൂടെ വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോസുമായി ഞാൻ ഉടനെ വരുന്നതാണ്.